കദളി കൺകദളി ചിങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര കദളി കൺകദളി ചിങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര വള്ളിയൂർക്കാവിൽ കളഭം പൊഴിയും കിക്കിളിക്കൂട്ടിൽ കിളികൾ വളക്കിലൊക്കണ വള്ളിയൂർക്കാവിൽ കളഭം പൊഴിയും കിക്കിളിക്കൂട്ടിൽ ഉറങ്ങും നിത്യമിൻ മോഹം ഉണർത്തും വന്നൊരു നാളും തീയാരെ തീയാരെ താരേ കദളി കൺകദളി ചിങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര ജിങ്കിലമോടെ മുകിൽ പൂ വിടർത്തും പൊൻകുട കീഴേ മുകളിൽ ജില് 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 ജിങ്കിലമോടെ മുകിൽ പൂ വിടർത്തും പൊൻകുട കീഴേ വരില്ലേ നീവനമാലി തരില്ലേ താമര താലി തീയാരി തീയാരി താരേ കദളി കൺകദളി ചിങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പൂവേണോ പൂക്കാര കുളിർമുഖക്കുരു മുത്തുകൾ പോലെ മുളമ്പോ മയങ്ങും കുന്നിനു താഴെ മുളയ്ക്കും കുളിർമുഖക്കുരു മുത്തുകൾ പോലെ മുളമ്പോ മയങ്ങും കുന്നിനു താഴെ നിനക്കേ തൂവലിൻ മഞ്ചം നിവർത്തി വീണ്ടും നെഞ്ചം തീയാരി തീയാരി താരേ കദളി കൺകദളി ചിങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പൂവേണോ പൂക്കാര കദളി കൺകദളി ചിങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പൂവേണോ പൂക്കാര. അച്ചു, നല്ല രസമുണ്ട്. ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ ഇത്രയും ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ട് വരണേ. നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ? ചേച്ചി ചക്കരേ, എന്താ എന്ത് പറ്റി? ലിറിക്കിൽ എന്താ പറ്റിയത്? അത് കിളികളായിരുന്നു. പക്ഷെ അനുപല്ലവി പാടിയില്ല. അത് തന്നെ റിപ്പീറ്റ് വന്നില്ലേ? ഇല്ല, ഞാനെല്ലാം പാടി. ഫസ്റ്റത്തേല് അതായത് ഫസ്റ്റ് മുകളിൽ ജില് ജിലായിരുന്നു, അതിന് പകരം പാടിയത് കിളികളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഭയങ്കര കൺഫ്യൂസിംഗ് ആയല്ലോ. കിളികൾ പാടിയോ? പാടി. അപ്പൊ ഏതാ പാടാൻ? എല്ലാം പാടി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ലാസ്റ്റത്തെ കറക്റ്റ് ആയിരുന്നു. അതായത് ചരണം എടുത്തിട്ട് അനുപല്ലവിയും അനുപല്ലവി എടുത്ത് ചരണത്തിലും പാടി. 1 2 3 3 2 1 എന്തായാലും 1 3 അങ്ങനെയാ അല്ലേ? നൈസ് നമ്പർ. അതങ്ങനെ പാടിയതല്ല, പെട്ടെന്ന് ആ ഒരു കിളികൾ എന്നുള്ളത് പെട്ടെന്ന് പോയി, അങ്ങോട്ടും മാറി. മോളൂസേ, ഡീറ്റെയിൽസ് പറ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സലിൽ ചൗധരി സാറാണ്. ലിറിക്സ് വയലാർ രാമവർമ്മ സാറാണ്. പാടിയിരിക്കുന്നത് ലതാ മങ്കേഷ്കർ മാം ആണ്. മൂവി നെല്ല്. ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. നമ്മള് എപ്പോഴും ലതാജി പാടിയ ഒരുപാട് പാട്ടുകളൊന്നും ഇല്ല മലയാളത്തില്. ലതാജിയുടെ വോയിസിൽ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ്. വെരി വെരി ബ്യൂട്ടിഫുൾ സിംഗിങ് അമ്മയുടെ. അപ്പം മോള് ഈ പാട്ട് മോളുടേതായ ശബ്ദത്തിലാണ് പാടിയത്. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. ഒന്നാമത് ആ ഗെറ്റപ്പ് വന്ന് ആ ഡ്രസ്സിങ്ങും ഇത് അതുപോലെ ഡ്രസ് ചെയ്തല്ലേ?
ആ പടത്തിലെ പോലെ ആ കുറച്ചൊക്കെ കുറച്ചൊക്കെ. ഏറെക്കുറെ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്തു. ഓർക്കസ്ട്ര സൂപ്പറായിരുന്നു. ഇതിന്റെ പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. നിങ്ങൾ വായിച്ചത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തില് മോള് സൂപ്പറായിട്ട് പാടി. എനിക്ക് ഈ പെട്ടെന്ന് ലിറിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയപ്പോഴത്തേക്ക് എന്ത് പറ്റീന്ന് ആലോചിച്ചു. പക്ഷെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തത് റെഡിയാക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയാ, ഒരു സുന്ദരി വന്ന് നിന്ന് ഒരു പഴയകാല ഗാനം മോള് മനോഹരമായിട്ട് പാടി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. അശ്വതി സാർ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഗ്രൂവ് അല്ലേ, ആ ഗ്രൂവിന്റെ കൂടെ വേണ്ടേ പാടാൻ. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇപ്പൊ ആ സാർ. ഈ കദളി തനനി അതല്ല, കദളി 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 അതല്ലല്ലോ. തനനി ചണ്ടത്തെ തണ്ടത്തെ എന്ന് വന്നാലേ ഗ്രൂവ് ഫീൽ ചെയ്യത്തുള്ളൂ. അതെന്താണ് അങ്ങനെ? ഒന്ന് പാടാമോ? കദളി കൺകദളി ചെങ്കദളി മോളെ ഇതെല്ലാം ഒരേ വെലോസിറ്റിയാണ് നീ പാടുന്നത്. കുറച്ചുകൂടെ പുഷ് കദളി കൺകദളി താരാരി എല്ലാം ഒരേ വെലോസിറ്റിയിലാ പാടുന്നത്. അപ്പൊ എങ്ങനെ ആ ഗ്രൂവ് ഫീൽ ചെയ്യും നമ്മള്? തരടി തിൻ തരടി തിൻ തരടി പൂവേണോ. ഒന്നുകൂടെ 1 2 3 4 1. കദളി കൺകദളി ചെങ്കദളി പൂവേണോ. അത് കുറച്ച് അത് ഫീൽ ചെയ്യുക. ഈ ഒരു എന്താ തക്ക അത് നമ്മുടെ ബോഡിയിൽ ഫീൽ ചെയ്യുക. ആ ഗ്രൂവ് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ അത് പ്രസന്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് വേറൊരു തലത്തിൽ കിടക്കും, സപ്പോർട്ട് ഇല്ലാണ്ട് കിടക്കുന്ന പോലെ കിടക്കും. പിന്നെ ഈ പൂവേണോ പൂവേണോ നോ നോ പൂവേണോ പൂവേണോ. അത് മതി, ഇങ്ങോട്ടാക്കണ്ട. ഒന്നുകൂടെ പാടാമോ? പൂവേണോ പൂവേണോ പൂവേണോ. അത് രണ്ടാമത് പാടും. ആദ്യം മറ്റേത് മാത്രം. പൂവേണോ പൂവേണോ. അടുത്തത് പൂവേണോ. നോ. ആ ഒരു ഡൈനാമിക്സ് ഉണ്ട്. നോ നോ. അതപ്പോൾ അതൊക്കെ ഫീൽ ചെയ്യണ്ടേ? അപ്പോൾ അല്ല പാട്ടിന് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു സുഖം കിട്ടുന്നത്. കാര്യം ഇതൊക്കെ ഈ പാട്ടിൽ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഗ്രൂവായിട്ടൊരു ചേർച്ച വേണം നമ്മൾ റെൻഡർ ചെയ്യുന്നതിനും. നന്നായിട്ട് പാടി കേട്ടോ. ഞങ്ങളെ ലിറിക്കൊക്കെ മാറ്റി തിരിച്ചും പാടി ഞങ്ങളെ വലച്ചു. എന്നാലും ഞങ്ങൾ ക്ഷമിച്ചു. ഓൾ ദ ബെസ്റ്റ്. ഷാനിക്ക. അശ്വതിച്ച് നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഇതാണ് ഈ റിതമിക് ആയിട്ടുള്ള ആ ഒരു പോക്കാണ് അശ്വതി അച്ചു നമുക്ക് ചെറുതായിട്ടൊന്ന് മിസ്സായത്. കാരണം ഇത് ആ ഒരു റിതം ബേസ്ഡ് അതിന് കൊടുക്കേണ്ട ഒരു പഞ്ചുണ്ട്. അത് മാത്രം ഇച്ചിരി ഒന്നും കിട്ടാതെ പോയി. പിന്നെ പൂവേണോ അത് മാത്രമാണ് ഞാൻ പിന്നെ വരയിട്ട് വെച്ചു. വേറെ അങ്ങനെ പിന്നെ നമ്മുടെ സ്വാപ്പിംഗ് ഒന്നാമത്തെ ചരണം രണ്ടാമത്തിലും, രണ്ടാമത്തെ ചരണം ഒന്നാമത്തതിലും, മൂന്നാമത്തെ ചരണം തൊട്ടില്ല. അതുകൊണ്ട് അത് അവിടെ തന്നെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഷാനിക്ക. താങ്ക് യു. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. പറഞ്ഞു കൊടുക്കുക. അച്ചുകുട്ടിയുടെ മാർക്ക് 8.7. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക. അശ്വതി അച്ചു സാർ 8.7. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി. അച്ചുകുട്ടി മാം അച്ചുകുട്ടിക്ക് നല്ലൊരു മാർക്ക് ഗാനക്കുടത്തിലിട്ടിട്ടുണ്ട്. നന്നായി. താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 17.4. അച്ചുവിനെ വിടുന്നതിന് മുന്നേ യെസ് ഷാനിക്ക, ശരത് സർ, യെസ്. ഇവന്മാർക്ക് എന്തോ ഒരു കംപ്ലൈന്റ് പറയാനുണ്ട്. എന്താ അത്? ആരെ കുറിച്ച്? അശ്വതിയെ കുറിച്ച്. എന്താണ്? ആർക്കാ പറയാനുള്ളത്? അവരിങ്ങനെ പറഞ്ഞു എന്നിട്ട് പറയണമെന്ന്. ആർക്കാ ഫാഹിസ് എന്ത് പറഞ്ഞാലും എന്തിനും ഏതിനും മുന്നിൽ നിൽക്കുന്ന ഫാഹിസ് കംപ്ലൈന്റ് ആയിട്ടല്ല, ഗ്രൂമിങ്ങിന്റെ ഇടയിൽ ഉണ്ടായിരുന്നൊരു ഇൻസിഡന്റ്, ഒരു സംഭവം. എന്ത് പറ്റി? അല്ല, അശ്വതിക്ക് സൗണ്ട് ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം ഗ്രൂമിങ്ങിന് വന്നപ്പോഴേ. ശരി. അപ്പൊ നമുക്കൊക്കെ കോറസ് 3 കോറസ് 4 കോറസ് 5 കോറസ് ഒക്കെയാണ് പാടാന്. അപ്പൊ അശ്വതിക്ക് എന്റെ പാട്ടിൽ ആദ്യം കോറസ് അശ്വതി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതുപോലെ അജലിന്റെ പാട്ടിലും ഉണ്ടായിരുന്നു കോറസ്. ടീച്ചേഴ്സൊക്കെ അങ്ങനെയാണ് ആക്കി വെച്ചത് ആദ്യം. പിന്നീട് കോറസിന്റെ പ്രാക്ടീസിന് വരുമ്പോ അശ്വതി സൗണ്ട് ഇല്ലാത്ത അശ്വതി ഉണ്ടാവില്ല, ഫുൾ ടൈം റൂമിലായിരിക്കും, കാണാൻ പറ്റില്ല. കോറസ് പാടിയില്ല.
ഇല്ല എന്റെ പാട്ടില് അശ്വതി കോറസ് ഉണ്ടായിരുന്നില്ല. അതുപോലെ അജലിന്റെ പാട്ടിലും ഉണ്ടായിരുന്നു ഇല്ലേ? ഇല്ല പാടില്ല. അജലിന്റെ പാട്ടും പാടിയില്ല. ഇല്ല എന്റെ പാട്ടിനും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ടീം പ്ലെയർ എന്ന് പറയുന്ന ഒരു സംഭവം. അല്ല അശ്വതി എന്ത് ചെയ്യായിരുന്നു ആ സമയത്ത്? അശ്വതി എന്ത് ചെയ്യായിരുന്നു? ഇല്ലായിരുന്നു സാർ. അല്ല എന്ത് ചെയ്യായിരുന്നു ഇവരുടെ കൂടെ ഇല്ലാണ്ട്? ഇല്ല സാർ, അവക്ക് സാറേ, വൈകുണ്ടായിരുന്നില്ല, അത് മാത്രമല്ല, അതുകൊണ്ടാണ്. ഒരു ഇൻവോൾവ്മെന്റ് എന്ന സംഭവം ഉണ്ടല്ലോ. എപ്പോഴും ഇങ്ങനെ നമ്മള് പാട്ട് ശരിയായില്ലെങ്കിൽ അപ്പോഴേ ഒരു തൊണ്ടയ്ക്കൊരു പ്രശ്നം അങ്ങനെ പറയുന്ന ഒരു ഇതുണ്ട്. ഭാഷ പറയാന്ന് ഒരു പറയുമ്പോ ടെൻഡൻസി ഉണ്ട്. വെറുതെ പറയാന്ന് അവള് പറയുന്നത്. എന്തിനാ വെറുതെ അശ്വതി നിങ്ങൾ ഇല്ലാത്ത ആണോ ഈ പറയുന്ന? ഇല്ല സാർ, എനിക്ക് ആകെ 2 കോഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അത് എല്ലാവരും ഒരു ടീം വർക്ക് ആയിട്ട് നിൽക്കുമ്പോൾ 2 കോറസാണ് അശ്വതിക്ക് ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നമുക്ക് 4-5 ചോദിച്ചത് ഉണ്ടായിരുന്നു. ടീം പ്ലെയർ നമ്മളെ എന്നുള്ള കോറസിനെ രീതിയിൽ അശ്വതിനെ പിന്നെ എടുത്ത് മാറ്റി വരാത്ത കാരണം. അല്ല വോയിസിന് പ്രശ്നമുള്ള വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു. അല്ല അജലുണ്ടായിരുന്നു, അജലിനെ അറിയണാണ്. ആണോ? അല്ല അതെന്താണ് എല്ലാരും കൂടെ ഒരു ഗ്രൂപ്പായിട്ടിരിക്കും, അങ്ങനെയാണോ ചെയ്യേണ്ടത്? അങ്ങനെ ടീം പ്ലെയർ എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ വെച്ചു. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇല്ല നമുക്ക് വയ്യെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്ത് പാടിയില്ലെങ്കിൽ പോലും കൂടെ നിൽക്കണ്ടേ? പിന്നെ ഈ ചെറിയ മിസ്റ്റേക്ക് വരുമ്പോഴേ കരയുക, ആ ഒരു ക്യൂട്ട്നെസിന്റെ ഇതിൽ എല്ലാം അയ്യേ. പോകുന്നുള്ള സെറ്റപ്പ്. ഒരിക്കലല്ല സാർ, അതൊക്കെ എനിക്ക് വൃത്തികേടാണ്. പെട്ടെന്ന് സങ്കടം വരുന്ന ആള്. അശ്വതി നമുക്കൊക്കെ പാടുമ്പോ തെറ്റു എന്ന് പറഞ്ഞിട്ട് നമ്മള് കരയാണോ? അത് നല്ല പരിപാടിയാണോ? ഇപ്പോഴും കരയരുത്. അയ്യോ, എന്തിനാ ഇപ്പൊ കരയുന്നത്? ഇപ്പൊ ആരെങ്കിലും അടിച്ചോ? ഏയ്, കരയരുത്. ഒന്നും നടന്നില്ലല്ലോ, ഒന്നും അതിനുള്ള ഉത്തരം ചെയ്തില്ലല്ലോ. പറയൂ, അത്രേ ഉള്ളൂ. എന്താണത് കരയണ്ട. റെസ്പോണ്ട് അവരടുത്ത് പറയൂ. ഞങ്ങളുടെ അവരോട് അടുത്തല്ല. അവരോട് പറ. അപ്പൊ അവരോട് പറ. അവർ തന്നെ ഞാൻ പറയും. എപ്പോഴും അങ്ങനെ വരാനിരുന്നിട്ടുള്ളേ പറ. പറ പായസ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞോളൂ ഫായിസ പറ. നീ ഇപ്പൊ പായസം ഉണ്ടായിരുന്ന കേരളയിൽ അല്ല, എനിക്ക് നമ്മുടെ പേരിട്ടിട്ടൊന്നും കോഴ്സിനൊക്കെ ഉണ്ടായിരുന്നില്ല. അല്ല എന്റെ കോറസിന് ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലായിട്ട് നമ്മളെ രേഷ്മ ചേച്ചി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അശ്വതിയുടെ പേരിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗ്രൂമിങ് റൂമിൽ വന്നപ്പോ ടീച്ചേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറഞ്ഞു അശ്വതിക്ക് തൊണ്ടവേനാണ്, അശ്വതി ഇവിടെ ഇല്ല. അപ്പൊ നമ്മള് എല്ലാവരും നമ്മളൊക്കെ നിന്ന് പാടില്ല കോറസിലും. പിന്നെ അത് പറഞ്ഞിട്ട് പിന്നെ അവിടെ കിടന്ന് സംസാരിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങളാവില്ലേ? അപ്പൊ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നേരിട്ട് പോയി ഒന്നും പറയാഞ്ഞത്. ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞപ്പോ കണ്ടില്ല. അശ്വതി ഇവർക്കെല്ലാം ഇവര് കോറസ് ആളുകളൊന്നും അല്ല, ഇവരെല്ലാരും മെയിൻ നിങ്ങളുടെ മത്സരത്തിലുള്ളവർ തന്നെയല്ലേ. അപ്പൊ ഒരു കോറസ് പാടുന്നത് ആ ഒരു ടീം സ്പിരിറ്റിലാണ്. അപ്പൊ അതിന് കൂടെ വേണ്ടേ? അല്ല ഷാൻ, നമ്മള് ഇത്രയൊക്കെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ്ങിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ എത്ര തവണ സംസാരിച്ചത് അതാ, ഞാൻ അപ്പൊ പ്രത്യേകം ഇവരെന്തിനാ ഇങ്ങോട്ടേക്കുള്ള പറഞ്ഞെ? സപ്പോർട്ട് പിന്നെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ? നമ്മൾ പറഞ്ഞിട്ട് ഇപ്പം അപ്പൊ ഇപ്പൊ എല്ലാരും കൂടെ ചേർന്ന് ഒരാളെ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് എന്താ ഫ്രണ്ട്ഷിപ്പിന്റെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ സംസാരിക്കലൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യണം? നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്താ ചെയ്യാ? ഇപ്പൊ നിങ്ങൾക്കാണ് പ്രോബ്ലം. അതെ, അപ്പൊ നിങ്ങൾ നിങ്ങൾ പറ. തന്നെ തീരുമാനിക്കും നിങ്ങൾ എന്താ വേണ്ടത്. തീരുമാനിക്കും. നിങ്ങൾ എന്താ പറയൂ. അതിപ്പോ ആറ് ചോദിച്ചതുകൊണ്ട് ഞാനൊരു ഇൻസിഡന്റ് പറഞ്ഞതാണ്. നമുക്ക് അല്ല നമുക്കിപ്പോ ഇതിനൊരു പരിഹാരമാണ്. ഞങ്ങൾക്ക് ഇവിടെ ചില റൂൾസ് ഉണ്ട്. ഫാഹിസേ, ഞങ്ങൾക്ക് ഇവിടെ ആകപ്പാട് ചെയ്യാൻ പറ്റുന്നത് സ്പോട്ട് എലിമിനേഷനാണ്. അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോബ്ലം ആണെങ്കിൽ മെജോറിറ്റി ആളുകൾ ചുമ്മാ ഇതിപ്പോ പാറ് ചോദിച്ചോണ്ട് പറഞ്ഞാണ്. ഇതിപ്പോ ടെലികാസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഞാനത് എല്ലാവരും കൂടെ സതീഷ് ഭായിയുടെ തീരുമാനം. നോക്കിക്കോളൂ. അത് സതീഷ് അത് ഭായി പിന്നെ പറയരുതായിരുന്നു ഇവിടെ. പിന്നെ എന്തിനാ നീ പറഞ്ഞത്? അല്ല അത് പാറ് പറയണെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് മാത്രല്ല 2-3 പേർക്കുണ്ട്. അല്ല, എല്ലാവർക്കും ചേച്ചി പറ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അല്ല ഞങ്ങൾക്ക് പരാതിയുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരു പരാതി. എന്താ ഇങ്ങനെ? അതെങ്ങനെ അത് ഈ കുട്ടിയെ കണ്ട ഒരിക്കലും അങ്ങനെ വിചാരിക്കത്തില്ല. മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. തീർത്ത് എന്തെങ്കിലും ആയിക്കട്ടെ. ഇനി ഇത് ഇങ്ങനെ സംഭവിക്കാതെ ഇനി ഇങ്ങനൊന്നും അപ്പൊ സംഭവിക്കാതിരിക്കട്ടെ. എന്താ സ്പോട്ട് എലിമിനേറ്റ് ചെയ്യണമെന്നാണോ പറഞ്ഞു അല്ല വരുന്നത്? അവര് അല്ല, അവര് പറയട്ടെ, അവർക്കല്ലേ എലിമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഞാൻ ഒരു കാരണം പറഞ്ഞിട്ടില്ല. നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. ഞങ്ങൾക്ക് എന്താന്നറിയില്ല. ഇവരാണിപ്പം അല്ല, ഓക്കെ, അവര് സതീഷ് ചേട്ടന്റെ തീരുമാനമാണെന്നാണല്ലോ പറഞ്ഞത്. അതെ അതെ അതെ. സതീഷ് ചേട്ടൻ എന്താണോ തീരുമാനിക്കുന്നത് അത് പുറകില് സതീഷ് LED ഭായ് ബോർഡിൽ എന്താ കാണിച്ചു. ചെയ്യണ്ടേ? സതീഷ് ഇപ്പൊ എന്ത് പറഞ്ഞാലും സെലക്ടഡ് എന്നുള്ളത് എന്തായാലും LED ബോർഡിലാണ് കാണിച്ചത്. ഇനിയിപ്പോ സ്പോട്ട് എലിമിനേറ്റഡ് ആണോ സെലക്ട് ആണ് സതീഷ് ചേട്ടൻ തന്നെ കാണിച്ചോ? LED ബോർഡല്ലേ? LED ബോർഡിൽ കാണിക്കുന്നത്. അതാ നല്ലത്. മോളെ ഇതൊന്നും ഒരു വലിയ സംഭവം ജീവിത അന്ത്യമാണെന്ന് വിചാരിക്കണ്ട. അതെ, അതെ, ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് സംഭവിക്കുന്നതാണ്. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. ആ ഇത് അങ്ങനെ വെറുതെ വിചാരിച്ചാ മതി. ഇങ്ങനെ അതെ, അതെ. വിഷമിക്കരുത് വെറുതെ. എല്ലാരും ആയിക്കോട്ടെ. ഒന്നടങ്കം പറയുമ്പോ നമുക്ക് എന്താ അറിയില്ലേ? ആ ഒരാള് പറഞ്ഞാൽ വിശ്വസിക്കണ്ട. ഇത് എല്ലാരും എല്ലാരും പറയും. കോറസ് ആയിട്ട് അവര് പറയാ. ഇങ്ങനെ അത് മഹാബോറ. അപ്പൊ അശ്വതി ഇന്നാണോ ഔട്ട് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സതീഷ് ഭായ് പറയട്ടെ. ഹാപ്പി ബർത്ത്ഡേ ചക്കരേ. ഹാപ്പി ബർത്ത്ഡേ അശ്വതി.
എന്തൊരു സന്തോഷം ഇപ്പൊ എനിക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു അശ്വതി യു darling. അശ്വതി അച്ചു, സാർ നമ്മൾ 3 ജഡ്ജസിന്റെയും വക, നമ്മുടെ ഓർക്കസ്ട്രയുടെ വക, ഓൾ അമൃത ടിവിയുടെ വക ഹാപ്പി ബർത്ത്ഡേ. Happy birthday. പിന്നെ നമ്മളെല്ലാവരുടെയും വക ഒരു കുഞ്ഞു സമ്മാനം. ഒരു കുഞ്ഞു സമ്മാനം ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ട്. Happy birthday, happy birthday, and the sun burning tonight. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday. Happy birthday.